ഹലോ, ഇന്ന് നമുക്ക് തെലുങ്കിൽ റിലീസായ ഹനുമാൻ എന്ന ഫാന്റസി ത്രില്ലർ സിനിമയുടെ കഥ നോക്കിയാലോ. കുട്ടിക്കാലം മുതൽ സൂപ്പർ ഹീറോ ആകണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടി പയ്യൻ, അവനാണെങ്കിലോ സ്പൈഡർമാൻ ആകാനായിട്ട് ചിലന്തിയെ കൊണ്ടുവരെ കടുപ്പിച്ചു. എന്നിട്ടോ ഒരു രക്ഷയുമില്ല. വളർന്നു വലുതായപ്പോഴും ആ ആഗ്രഹം അവനോടൊപ്പം വളർന്നു വന്നു. അവൻ അങ്ങനെ ഒരു സൈക്കോയായി മാറി. സൂപ്പർ പവറിനു വേണ്ടി അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു എന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ മൈക്കിൾ എന്നൊരു കുട്ടിയെ കാണിക്കുന്നു. മൈക്കിളിന് സൂപ്പർ ഹീറോസിനെയാണ് ഒരുപാട് ഇഷ്ടം. അവരുടെ കാർട്ടൂൺസ് ആണ് മൈക്കിൾ കൂടുതലും കാണാറുള്ളതും. മൈക്കിളിന്റെ സ്കൂളിൽ പഠിക്കുന്ന സിറി എന്നൊരു പയ്യൻ സൂപ്പർ ഹീറോസിന്റെ കോമിക് ബുക്സ് ഒക്കെയാണ് വായിക്കുന്നതും. അവനെ കുറച്ച് കുട്ടികൾ ഉപദ്രവിക്കുമ്പോൾ മൈക്കിളാണ് രക്ഷിക്കുന്നത്. അന്നു മുതൽ മൈക്കിളും സിറിയും നല്ല ഫ്രണ്ട്സ് ആണ്. അവന്റെ കണ്ണിൽ മൈക്കിൾ ഒരു സൂപ്പർ ഹീറോയാണ്. സൂപ്പർമാനെ പോലെ മൈക്കിളും സിറിയും കളിക്കുമ്പോഴോ മൈക്കിൾ താഴെ വീണ് അവന്റെ കാലൊടിയും. അച്ഛനും അമ്മയും അവനെ വഴക്ക് പറയുമ്പോഴോ എനിക്കും ഒരു സൂപ്പർ ഹീറോ ആകണമെന്ന് മൈക്കിൾ പറയും. അതിന് നല്ല പ്രവൃത്തികൾ ചെയ്താൽ മനുഷ്യനും സൂപ്പർ ഹീറോ ആകുമെന്ന് അമ്മ ഉപദേശിക്കും. എന്നാൽ മൈക്കിളിനാണെങ്കിലോ ഈ സൂപ്പർ ഹീറോസിനൊന്നും പാരന്റ്സ് ഇല്ല, എനിക്ക് അതുള്ളത് കൊണ്ടാണോ സൂപ്പർ ഹീറോ ആകാൻ പറ്റാത്തത് എന്ന ചിന്ത വരും. അങ്ങനെ അവന്റെ വീട്ടിൽ തീപിടുത്തമുണ്ടായി അച്ഛനും അമ്മയും മരിക്കും. അതിന് പിന്നിൽ മൈക്കിൾ തന്നെയായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഒരു ബാങ്കിൽ മോഷണം നടക്കുകയാണ്. അവിടെ എത്തിയ ഒരാളാണെങ്കിലും മോഷ്ടാക്കളെയൊക്കെ അടിച്ച് വിരട്ടി കാശെല്ലാം തിരികെ ഏൽപ്പിച്ചിട്ട് പോകും. ആളിനെ ആരും കാണാത്തതിനാൽ സൂപ്പർ ഹീറോയാണ് മോഷ്ടാക്കളെയൊക്കെ ഓടിച്ചതെന്ന് ന്യൂസിൽ വരുന്നു. അത് മൈക്കിളായിരുന്നു ചെയ്തത്. മൈക്കിളും സിറിയും വലുതായി. സിറി മൈക്കിളിന് സൂപ്പർ പവർ വരാനുള്ള മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുകയാണ്. ആയുധങ്ങളൊക്കെ വെച്ചാണ് നിലവിൽ അവർ ഇതുവരെ പോരാടിക്കൊണ്ടിരിക്കുന്നതും. അതിനുശേഷം ആന്ധ്രയിലുള്ള ഒരു ഗ്രാമം കാണിക്കുന്നു. അവിടെയാണ് നായകനായ ഹനുമന്ത് താമസിക്കുന്നത്. കുരങ്ങിനോടൊക്കെ അടികൂടി പഴവർഗ്ഗങ്ങളൊക്കെ കാട്ടിൽ നിന്നും കൊണ്ടുവന്ന് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണ് ഹനുമന്തു. ഹനുമന്തുവിനൊരു കൂട്ടുകാരനുണ്ട്, കാശി. കാശിയെ ഗജപതി എന്ന നാട്ടുപ്രമാണിയുടെ ആളുകൾ അടിക്കുകയാണ്. അവർ പണം പിരിവിനായി വരും, കൊടുക്കാത്തതിന് കാശിയെ തല്ലും. അതറിഞ്ഞെത്തിയ ഹനുമന്തുവാണെങ്കിലോ ധൈര്യമുണ്ടെങ്കിൽ എന്നെ തൊട്ടു നോക്കടാ എന്ന് പറയുമ്പോൾ ഗജപതിയുടെ ആളുകളാണെങ്കിലോ ഹനുമന്തുവിനെ പഞ്ഞിക്കിട്ടിട്ട് കാശിയുടെ പശുക്കുട്ടിയും അഴിച്ചു കൊണ്ടുപോകും. കാശ് കൊടുത്താലേ തിരികെ കിട്ടൂ. വെറുതെ പ്രശ്നം വലുതാക്കിയതിന് കാശിയാണെങ്കിലോ ഹനുമന്തുവിനെ വഴക്ക് പറയുമ്പോൾ ആ ഗുണ്ടകളിൽ ഒരാളിൽ നിന്നും അടിച്ചു മാറ്റിയ ഒരു സ്വർണ്ണ ചെയിൻ കാശിക്ക് കൊടുത്തിട്ട് അത് വിറ്റ് കാശിന് പശുക്കുട്ടിയെ തിരികെ വാങ്ങാനായും പറയും. കാശിക്ക് സന്തോഷമാകും. അപ്പോൾ കാശി മീനാക്ഷി നാട്ടിൽ വരുന്നുണ്ട് എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ഹനുമന്തുവിന്റെ മനസ്സിൽ ലെഡ് പൊട്ടി. കാരണം കുട്ടിക്കാലം മുതൽ അവൻ വൺ സൈഡായി മീനാക്ഷിയെ പ്രണയിക്കുകയാണ്. ഡോക്ടറിന് പഠിക്കാൻ പോയ മീനാക്ഷി പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ ജോലി ചെയ്യണമെന്നാണ് അവളുടെ ആഗ്രഹവും. ഹനുമന്തുവിന് ഒരു ചേച്ചിയുണ്ട്, അഞ്ചമ്മ. അഞ്ചമ്മയ്ക്ക് ഒരുപാട് ആലോചനകൾ വരും, പക്ഷെ അതെല്ലാം മുടങ്ങിപ്പോകാറാണ് പതിവ്. ഹനുമന്ത് ചെറിയ മോഷണങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ടാണ് ചേച്ചിയുടെ വിവാഹം മുടങ്ങിയതെന്ന് മുത്തശ്ശി പറയുമ്പോഴും അഞ്ചമ്മ സഹോദരൻ വിഷമിക്കും വിധം ഒന്നും പറയില്ല. അഞ്ചമ്മ സൂക്ഷിച്ചു വെച്ചിരുന്ന കാശും അടിച്ചു മാറ്റിക്കൊണ്ടാണ് ഹനുമന്ത് പിന്നീട് പോകുന്നത്. അങ്ങനെ ആ നാട്ടിലെ പ്രമാണിയായ ഗജപതി അവിടെ മല്ലയുദ്ധം നടത്തുകയാണ്. ജനങ്ങൾ കാശ് കൊടുത്തില്ലെങ്കിൽ ഗജപതിയെ തല്ലി തോൽപ്പിക്കണം. കാശ് കൊടുക്കാനില്ലാത്തയാളാണെങ്കിലോ ഗജപതിയുമായി മല്ലയുദ്ധം തുടങ്ങും. ഗജപതി അയാളെ കൊല്ലാനൊരുങ്ങും. അയാളുടെ ഭാര്യ ഒരുപാട് കരഞ്ഞപേക്ഷിക്കുമെങ്കിലും കേൾക്കില്ല. അപ്പോൾ അവിടേക്ക് വരുന്ന മീനാക്ഷി മല്ലയുദ്ധം തടയുകയാണ്. താഴെ വീണ് കിടന്നയാളിനെ പരിശോധിച്ച മീനാക്ഷി ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഇല്ലെങ്കിൽ അയാൾക്ക് ആപത്താണെന്നും പറയും. എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന മീനാക്ഷിയുടെ ചോദ്യത്തിന് ഈ നാടിനെ സംരക്ഷിക്കുന്ന ആളാണ് ഗജപതി. പണ്ടിവിടെ മോഷണവും പിടിച്ചുപറിയും ഒക്കെ നടന്നപ്പോൾ ഗ്രാമത്തലവനാണ് നാടിനെ രക്ഷിച്ചത്. അതിന് നാട്ടുകാർ പാരിതോഷികം കൊടുക്കണമെന്നും ഗജപതിയുടെ ആളുകൾ പറയുമ്പോഴോ ഇപ്പോൾ മോഷണങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, ജനങ്ങൾക്ക് ആവശ്യം നല്ലൊരു ലീഡറിനെയാണെന്ന് പറഞ്ഞ് മീനാക്ഷി താഴെ വീണ് കിടന്നയാളിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഗജപതി ഉടനെ തന്നെ ഇവിടെ ഒരു കൊള്ളസംഘം എത്തണമെന്നും പറയും. മറ്റൊരു വശത്ത് ആ ഗ്രാമത്തിലേക്ക് ഒരു മുനി വരികയാണ്. അതാരെന്ന് പറയുന്നില്ല. അന്ന് രാത്രി ഗ്രാമവാസികളോടൊപ്പം മീനാക്ഷിക്ക് ഒരു ബസ്സിൽ പോവുകയായിരുന്നു. ബസ്സിലുണ്ടായിരുന്ന ഹനുമന്ത് അവളുടെ കാലിൽ കൊലുസണിയിക്കും. അവൾ അറിയുന്നതേയില്ല. രണ്ടാമത്തെ കൊലുസ് അണിയിക്കുമ്പോൾ കൂടെയുള്ള ഒരാൾ കണ്ട് ദേ ഇവൻ കൊലുസ് മോഷ്ടിക്കുന്നു, ഇവൻ കള്ളനാണ് എന്നൊക്കെ അവനെ പറ്റി പറയും. മീനാക്ഷിക്ക് അവനോട് ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നും. അവനെ വഴിയിലിറക്കി വിടുകയും ചെയ്യും. ബസ് മുന്നോട്ട് പോകും വഴി ഗജപതിയുടെ നിർദ്ദേശപ്രകാരം മുഖംമൂടി കൊള്ളക്കാർ വന്ന് ബസ്സിലുള്ളവരെ ആക്രമിച്ച് സ്വർണവും പണവും ഒക്കെ തട്ടിയെടുക്കുകയും ഇറങ്ങി ഓടുന്നവരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തു. മറ്റൊരു വശത്ത് നടന്നു വരികയായിരുന്ന ഹനുമന്ത് അവിടെ വെച്ച് ഒരു പുലിയെ കാണും. പുലിയാണെങ്കിലോ അവനെ ഓടിക്കുന്നതിനാൽ കൊള്ളക്കാരുള്ള വശത്തേക്ക് അവൻ ഓടിപ്പോകുന്നു.
സത്യത്തിൽ ആ പുലി ആ മുനിയായിരുന്നു. ഹനുമന്തിനെ മനഃപൂർവ്വം കൊള്ളക്കാരുള്ള സ്ഥലത്തേക്ക് ഓടിച്ചു വിട്ടതായിരുന്നു. ഹനുമന്ത് അവിടെ വെച്ച് ചില ശബ്ദങ്ങൾ കേട്ട് നോക്കുമ്പോഴോ മീനാക്ഷിയെ ആ മുഖംമൂടി കൊള്ളക്കാർ ഉപദ്രവിക്കുകയാണ്. മുഖംമൂടി കൊള്ളക്കാരാണ് അതെന്ന് മനസ്സിലാക്കിയ ഹനുമന്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന കവണ കൊണ്ട് കൊള്ളക്കാർക്കെതിരെ കല്ലേറ് നടത്തും. ഒരുവിധം എല്ലാവരെയും രക്ഷിക്കും. ഒരു ഘട്ടത്തിൽ കൊള്ളക്കാരാണെങ്കിലോ ഹനുമന്തിനെ അടിച്ച് ഒരു പുഴയിലേക്ക് എറിയും. പുഴയിൽ വീണ ഹനുമന്ത് എന്തോ ഒരു വെളിച്ചം കാണുകയാണ്. നീന്തി ചെന്ന് നോക്കുമ്പോൾ ഒരു ചിപ്പിക്കുള്ളിൽ എന്തോ ഒരു കല്ല് തിളങ്ങുന്നു. അത് ഹനുമന്ത് എടുക്കും. മറ്റൊരു വശത്ത് മീനാക്ഷി തന്നെ ആരോ രക്ഷിച്ചത് കണ്ടിരുന്നു. അത് ഹനുമന്താണെന്ന് അവൾ വിചാരിക്കും. അവൻ മരിച്ചെന്ന് കരുതി അവൾ ഒരുപാട് കരയും. അടുത്ത ദിവസം ഹനുമന്തിനെ പുഴക്കരയിൽ കാണുന്ന കാസിയും അഞ്ചമ്മയും അവനെ വീട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിക്കുകയാണ്. ഉറക്കമുണ്ടിരുന്ന ഹനുമന്ത് ആ ഒരു കല്ല് കാണും. ആ കല്ല് അവനെടുത്ത് നോക്കുമ്പോഴും സൂര്യവെളിച്ചം കല്ലിൽ തട്ടി ഹനുമന്തിന് ഒരു ശക്തി കിട്ടും. അവന് നല്ല മാറ്റം തോന്നും. അത്രയും മുറിവുകളൊക്കെ ഉണ്ടായിരുന്നതെല്ലാം മാറുകയാണ്. അവനൊന്ന് വാതിലിൽ തൊട്ടപ്പോൾ തന്നെ അതെല്ലാം പൊളിഞ്ഞ് കയ്യിൽ വന്നു. മറ്റൊരു വശത്ത് ഗജപതി മീനാക്ഷിയോട് നാട്ടിൽ നടന്ന കൊള്ളയെപ്പറ്റി പറയും. മീനാക്ഷി എതിർത്തെന്ന് സംസാരിച്ചതിൽ അവളുടെ മുത്തശ്ശനാണെങ്കിലും മാപ്പ് പറയും. എന്നാൽ അവിടെ എത്തിയ കാസി ഹനുമന്തിന് പരിക്കുകളോടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. കാസിയോടൊപ്പം വീട്ടിലെത്തുമ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ നിൽക്കുന്ന ഹനുമന്തിനെയാണ് മീനാക്ഷി കാണുന്നത്. കാസിക്ക് 2 കൊടുത്തിട്ട് ഇവനല്ല എന്നെ രക്ഷിച്ചത് എന്ന് പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്ന് പോകും. ഈ കല്ല് കാരണമാണ് അവൾ എന്നെ വിശ്വസിക്കാത്തത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അവൻ ആ കല്ല് ദൂരേക്ക് വലിച്ചെറിയും. ഗജപതിയുടെ ആളുകളാണെങ്കിലോ സ്കൂൾ കുട്ടികളെയൊക്കെ ടോർച്ചർ ചെയ്ത് അവരുടെ ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കുകയായിരുന്നു. മീനാക്ഷി തടയാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. എന്നാൽ ഹനുമന്തിന് അന്ന് ഫൈറ്റിനിടയിൽ മീനാക്ഷിയുടെ ഒരു ചെയിൻ കിട്ടിയിരുന്നു. അത് കാണിച്ച് അവനാണെന്ന് തെളിയിക്കാനായിട്ട് വരുമ്പോഴോ ഗജപതിയുടെ ആളുകൾ ആ ഒരു ചെയിൻ തട്ടിയെടുക്കും. തിരികെ വേണമെങ്കിൽ കണ്ണുപൊത്തി കളിച്ച് വിജയിക്കാനായും പറയും. ഹനുമന്ത് അത് അനുസരിക്കും. അവൻ കണ്ണുപൊത്തി അവരെ ഓരോരുത്തരെയും തൊടുമ്പോൾ എല്ലാവരും തെറിച്ചു വീണു. അവൻ എന്തോ പവർ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അവൻ മീനാക്ഷിയെ അത്രയും പേരെ ഇടിച്ചു തെറിപ്പിച്ചു എന്ന് കാണിക്കാനായിട്ട് വിളിക്കുമ്പോൾ അവൾ വിശ്വസിക്കില്ല. അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു മൺഭരണി കൈകൊണ്ടുടയ്ക്കാൻ നോക്കും. പക്ഷേ സൂര്യൻ അസ്തമിച്ച സമയമായിരുന്നു. ശക്തിയെല്ലാം പോയി. ഹനുമന്തിന്റെ പവർ നഷ്ടമായതിനാൽ ആ ഒരു ഭരണി പൊട്ടിയില്ല. അതിനാൽ ആരും അവനെ വിശ്വസിച്ചില്ല. വീട്ടിലെത്തിയ ഹനുമന്ത് ആ ഒരു കല്ല് കണ്ടുപിടിക്കും. സൂര്യപ്രകാശം ഏറ്റതും കല്ലിന് ശക്തി വരികയാണ്. അത് മനസ്സിലാക്കിയ ഹനുമന്ത് നേരെ കാസിയെ കാണാനെത്തി അവനോട് തനിക്ക് ശക്തിയുണ്ടെന്ന് പറഞ്ഞ് വലിയ ഉരലൊക്കെ പൊക്കും. അതൊന്നും കാശി വിശ്വസിക്കില്ല. ട്രെയിനിനടുത്ത് ചെന്ന് ട്രെയിൻ തടഞ്ഞു നിർത്താനായി നോക്കും. പക്ഷേ അതും നടന്നില്ല. അവനെ ട്രെയിൻ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ഹനുമന്ത് മരിച്ചെന്ന് കരുതി കാസി ഒരുപാട് കരയുമ്പോൾ ഹനുമന്ത് ഒരു കുഴപ്പവുമില്ലാതെ എഴുന്നേറ്റ് വരുന്നത് കാണും. അതോടെ അവന് പവർ ഉണ്ടെന്ന് കാസി വിശ്വസിക്കും. മറ്റൊരു വശത്ത് കട നടത്തുന്ന സത്യ കുരങ്ങിന്റെ കയ്യിൽ മീനാക്ഷിയുടെ മാല കാണും. അത് പിടിച്ചെടുത്ത് കഴുത്തിൽ അണിയുകയാണ് സത്യ. കടയിലെത്തുന്ന മീനാക്ഷിയാണെങ്കിലും സത്യയുടെ കഴുത്തിൽ മാല കണ്ട് അവനാണ് അവളെ രക്ഷിച്ചതെന്ന് കരുതി അവനെ പ്രപ്പോസ് ചെയ്യും. നല്ല സുന്ദരിയായ പെണ്ണ് ഇഷ്ടമാണെന്ന് പറഞ്ഞതിനാൽ വേറെ ഒന്നും നോക്കിയില്ല അവനും എസ് പറഞ്ഞു. അവർ നടന്നു വരുമ്പോൾ ഹനുമന്ത് അവരെ കാണും. അവന് നല്ല സങ്കടം വരും. എന്നാൽ അതേസമയം ഒരു മുത്തശ്ശനാണെങ്കിലും വിഷം കഴിക്കാൻ പോകുന്നത് മീനാക്ഷി കാണും. അത് പിടിച്ചു വാങ്ങി കാര്യം തിരക്കുമ്പോൾ ഗജപതിയുടെ ആളുകൾ കാശ് കൊടുക്കാത്തതിനാൽ അയാളുടെ വീട് മുഴുവൻ നശിപ്പിച്ചു. ജീവിക്കാൻ നിവർത്തിയില്ലാത്തതിനാലാണ് മരിക്കാൻ പോകുന്നതെന്ന് മുത്തശ്ശൻ പറയും. അത് കേട്ട മീനാക്ഷി മുത്തശ്ശനെയും കൂട്ടി ഗജപതിയുടെ അടുത്തെത്തും. എന്നിട്ട് സത്യയോട് തല്ലാനായി പറയും. സത്യക്കാണെങ്കിലോ അത് പറ്റുമോ, പേടിച്ചോടിക്കളയും. എന്നാൽ പവറുള്ള ഹനുമന്താണെങ്കിലോ അതിന് തയ്യാറാകും. കാർമേഘം മൂടി സൂര്യപ്രകാശം മങ്ങിയപ്പോഴാണ് പണി കിട്ടിയെന്ന് അവന് മനസ്സിലായത്. പവർ നഷ്ടമായി അവൻ ഗജപതിയുടെ തല്ലെല്ലാം വാങ്ങിക്കൂട്ടി. അതെല്ലാം കണ്ടുകൊണ്ട് അഞ്ചമ്മ വരികയാണ്. അഞ്ചമ്മ അനിയനെ തടയുവാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. അപ്പോൾ തന്നെ സൂര്യപ്രകാശം വന്നു. ഹനുമന്തിന് ശക്തിയും കിട്ടി. ഗജപതിയെ അടിച്ച് വലിച്ചെറിയും. നാട്ടുകാർക്കൊക്കെ ഒരുപാട് സന്തോഷമായി. ഇനി ഗ്രാമത്തലവനായി ഹനുമന്തിനെ പ്രഖ്യാപിക്കാമെന്നവർ പറയുമ്പോഴോ അവൻ പറയും, വേണ്ട, മീനാക്ഷി പറഞ്ഞതുപോലെ നാട്ടുകാരെല്ലാം തിരഞ്ഞെടുക്കുന്ന ഒരു ലീഡർ മതിയെന്ന് അവൻ പറയും. അതേസമയം അവിടേക്കൊരു ഹെലികോപ്റ്റർ വരും. അതിൽ നിന്നും ഇറങ്ങുന്നത് മൈക്കിളും സിറിയുമായിരുന്നു. അവരെ കണ്ടതും ആ മുനിയാണെങ്കിലോ ഈ നാടിന്റെ നാശം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് നടന്നു പോകുന്നു. അവരവിടെ വരാൻ കാരണം എന്തെന്നാൽ അന്ന് ഹനുമന്ത് ട്രെയിൻ തട്ടിയിട്ടും ഒരു കുഴപ്പവുമില്ലാതെ എഴുന്നേറ്റ് പോകുന്ന വീഡിയോ ആരോ ഷൂട്ട് ചെയ്തിരുന്നു. അത് വൈറലായി. ആ വീഡിയോ കണ്ട മൈക്കിളിന് അവന്റെ കയ്യിൽ എന്തോ സൂപ്പർ പവർ ഉണ്ടെന്ന് മനസ്സിലായി. അതിനു വേണ്ടിയിട്ടാണ് അവരെത്തിയതും. എന്നിട്ട് മൈക്കിൾ പറയും, നിങ്ങൾക്ക് നല്ലത് ചെയ്യാനാ ഞങ്ങൾ എത്തിയത്, നിങ്ങൾക്ക് എന്ത് സഹായമാ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നല്ല ആശുപത്രി സൗകര്യം വേണമെന്ന് മീനാക്ഷി പറയും. ഹോസ്പിറ്റൽ കെട്ടിത്തരാമെന്ന് മൈക്കിൾ വാക്കും കൊടുക്കുന്നു.
എന്നാൽ ഹനുമന്തിന് ഇത്രയും പവർ കിട്ടിയത് എങ്ങനെയാണെന്ന് നാട്ടുകാർക്കും സംശയമായി. കാസിയുടെ വീട്ടിൽ നിന്നും പാല് വാങ്ങി കുടിച്ചിട്ടാണ് ശക്തി വന്നതെന്ന് അവൻ കള്ളം പറഞ്ഞ് അവന്റെ കൂട്ടുകാരന്റെ പാൽ വിൽപ്പനയിൽ സഹായിക്കും. നാട്ടുകാരൊക്കെ പാല് വാങ്ങുവാനായി തുടങ്ങി. അങ്ങനെ ഇരിക്കെ അഞ്ചമ്മയാണെങ്കിലോ വിവാഹത്തിന് മനഃപൂർവ്വം സമ്മതിക്കാത്തതാണെന്നും വരുന്നവർക്കൊക്കെ അവളെ ഇഷ്ടമാകും, പക്ഷേ അനുജനെ കൂടി നോക്കണമെന്ന് പറയുന്നതിനാലാണ് വിവാഹം മുടങ്ങിപ്പോകുന്നതെന്നും ഹനുമന്തിന് മുത്തശ്ശി വഴി മനസ്സിലാകും. അതിനുശേഷം അവന് ചേച്ചിയോടുള്ള സ്നേഹം കൂടി. ജോലിക്ക് പോയി കാശൊക്കെ സമ്പാദിക്കും. അതൊക്കെ കാണുന്ന അഞ്ചമ്മയ്ക്ക് അത്ഭുതമാണ് തോന്നുന്നത്. എന്നിട്ട് നല്ലൊരു പയ്യനുമായി അഞ്ചമ്മയുടെ വിവാഹവും ഉറപ്പിക്കും. അങ്ങനെ അവരുടെ നാട്ടിൽ ഇലക്ഷന് നിൽക്കുവാനായിട്ട് ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഒരു മുഖംമൂടിയിട്ട രീതിയിൽ ഒരാളെ കാണും. അയാളുടെ അടുത്തേക്ക് ഹനുമന്ത് ചെല്ലുമ്പോൾ അയാൾ ഓടിക്കളയും. ഹനുമന്ത് പിന്നാലെ ഓടി. എന്നാൽ അത് സിറിയായിരുന്നു. സിറിയാണെങ്കിലോ ഹനുമന്തുവിനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവനെ കെട്ടിയിടും. നിനക്ക് എന്ത് സൂപ്പർ പവറാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് തല്ലുകയും ഒക്കെ ചെയ്യും. ഹനുമന്തു ആണെങ്കിലോ ഒന്നും മിണ്ടില്ല. അവന്റെ കയ്യിൽ നിന്നും ആ ഒരു കല്ല് കണ്ടെടുത്തിട്ട് ഇത് വെച്ചാണോ നിനക്ക് പവർ കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടില്ല. അത് വെറും കല്ലാണെന്ന് കരുതിയ സിറി ഒരു ടേബിൾ ആടുന്നതിനാൽ അതിനെ ഉറപ്പിച്ചു വെക്കും. സിറി അടിക്കുന്നതിനാൽ തറയിൽ വീണ ഹനുമന്തു സൂര്യപ്രകാശം കല്ലിൽ തട്ടി അവന് പവർ കിട്ടും. അവിടെ നിന്നും അവൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. CCTV വഴി അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മൈക്കിൾ. മൈക്കിളിന് കല്ലിന് പിന്നിലാണ് പവർ എന്ന് മനസ്സിലാകും. അങ്ങനെ മൈക്കിൾ ആ നാട്ടിൽ ഒരു വിഷവാതകം പുറത്തുവിടണം. അതിലെല്ലാവരും മരിക്കുമ്പോൾ കല്ലെടുക്കാമെന്നും പറയുമ്പോൾ സിറിയാണെങ്കിലോ അതിന് കൂട്ടു നിൽക്കില്ല. എന്നാൽ മൈക്കിൾ ആണെങ്കിലോ സിറിയെ അതിനകത്തിട്ട് കത്തിച്ചിട്ട് പോവുകയാണ്. എന്നാൽ ഹനുമന്താണെങ്കിലോ സിറി ആരാണ്, എന്തിനവനെ പിടിച്ചു വെച്ചു, മൈക്കിളൊക്കെ ആരാണ് എന്നറിയാനായിട്ട് അവരുടെ താമസ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഹനുമന്തുവിനെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ചേർന്ന് തല്ലും. അവന്റെ കല്ലും സ്വന്തമാക്കി അവനെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അപ്പോഴേക്കും വെടിയുണ്ടകളൊന്നും ഏൽക്കാതെ ഹനുമന്ത് നിൽക്കുകയാണ്. എന്നിട്ട് ആ കല്ലും സ്വന്തമാക്കി. അത് സത്യത്തിൽ ആ മുനി ഹനുമന്തിന്റെ വേഷത്തിൽ വന്നതായിരുന്നു. അടികൊണ്ട് എഴുന്നേറ്റ് വരുന്ന ഹനുമന്തുവിന് ആ കല്ല് കൊടുത്തിട്ട് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കണമെന്നും പറയും. അങ്ങനെ അഞ്ചമ്മയുടെ വിവാഹ ദിവസം എത്തി. അവിടെ എത്തിയ മൈക്കിളാണെങ്കിലോ ഹനുമന്തു അവന്റെ കാശടങ്ങിയ പെട്ടി മോഷ്ടിച്ചു എന്ന് പ്രശ്നമുണ്ടാക്കി വീടിനുള്ളിൽ നിന്നും പെട്ടി എടുപ്പിക്കും. അതെല്ലാം അവരുടെ പ്ലാനായിരുന്നു. പെട്ടി തുറന്ന് അതിലൊരു കല്ലുണ്ട് എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കും. എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം ഹനുമന്തു കല്ല് കൊടുക്കും. ആ കല്ല് സൂര്യപ്രകാശത്തിൽ കാട്ടിയപ്പോഴാണെങ്കിലോ മൈക്കിളിന്റെ കണ്ണിന് പരിക്കേറ്റു. കല്ല് മാറ്റിയതിനാൽ ദേഷ്യം വന്ന മൈക്കിളാണെങ്കിലോ അവനെ തല്ലുവാനായി എത്തുമ്പോൾ അഞ്ചമ്മ അതിനിടയിൽ വന്ന് തന്റെ സഹോദരനെ അടിക്കാൻ വന്നവരെയൊക്കെ തല്ലും. അഞ്ചമ്മയെ വെടിവെക്കാൻ പോകുമ്പോൾ ഹനുമന്തു ചേച്ചിയെ മറഞ്ഞു നിൽക്കും. അവന് പക്ഷെ വെടിയേൽക്കില്ല. എന്നാൽ ഒന്ന് തെറ്റി അഞ്ചമ്മയ്ക്ക് കൊള്ളുന്നു. തളർന്നു വീഴുന്ന ചേച്ചിയുടെ കയ്യിൽ കല്ല് കൊടുക്കുമ്പോൾ സൂര്യപ്രകാശമില്ലായിരുന്നു. ചേച്ചിയെയും എടുത്ത് അവൻ പ്രകാശമുള്ളിടത്തേക്ക് ഓടും. അങ്ങനെ പ്രകാശമുള്ള സ്ഥലം കണ്ടെത്തി കല്ല് കൊടുക്കുമ്പോൾ അഞ്ചമ്മ മരിച്ചിരുന്നു. ഹനുമന്തിനത് സഹിക്കാനായില്ല. അങ്ങനെ അവൻ ചേച്ചിയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തുന്നു. അതേസമയം മൈക്കിൾ ആണെങ്കിലോ വിഷവാതകം നാട്ടിൽ തുറന്നുവിട്ടു. ഓരോരുത്തരായി മയങ്ങി വീണ് മരിക്കുവാനൊക്കെ തുടങ്ങി. അക്കാര്യം മീനാക്ഷി ഹനുമന്തുവിനോട് വന്ന് പറയും. അവൻ ഒന്നിനും വയ്യ, കല്ല് പുഴയിൽ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അതെല്ലാം കേട്ടുകൊണ്ട് മുനി അവിടെ എത്തിയിട്ട് ഹനുമാൻ കുട്ടിയായിരുന്നപ്പോൾ ഹനുമാന്റെ രക്തം വീണ് രൂപപ്പെട്ടതാണ് ആ ഒരു കല്ല്. ആ കല്ല് നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നീ നാടിനു വേണ്ടി നല്ലത് ചെയ്യുമെന്ന് അറിയാവുന്നതിനാലാണ് നിന്നെ അത് തിരഞ്ഞെടുത്തത്. കല്ലില്ലെങ്കിൽ എന്താ, നീ ചെല്ല്, നിന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്യുവാനായും പറയും. അങ്ങനെ മൈക്കിളിനടുത്തേക്ക് മാസ്ക് ഒക്കെ വെച്ച് ഹനുമന്തു എത്തും. കൂടെ സിറിയും ഗജപതിയും ഒക്കെ ചേരുന്നു. സിറിയെ അന്ന് ഹനുമന്തു രക്ഷിച്ചിരുന്നു. ഗജപതിയെ മുൻപൊരിക്കൽ അവരെ കൊല്ലാനായിട്ട് ആളയച്ചപ്പോൾ ഗുണ്ടകളെ തല്ലിയ ശേഷം ഹനുമന്ത് ഗജപതിയുടെ അടുത്തെത്തി ഇതെല്ലാം നീ ഒന്ന് അവസാനിപ്പിക്ക്, ഇനിയെങ്കിലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യുവാനായി പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഗജപതി മാറിയതും. അങ്ങനെ അവർ 3 പേരും ചേർന്ന് മൈക്കിളിനെയും ആളുകളെയും തല്ലും. ഒരു കുരങ്ങാണെങ്കിലോ പുഴയിൽ നിന്നും ആ ഒരു കല്ല് കണ്ടെത്തി ഹനുമന്തുവിന് നൽകും. അവന് പവർ തിരിച്ചു കിട്ടും. ഒരു ഘട്ടത്തിൽ മൈക്കിൾ അവനെ കെട്ടിയിട്ടിട്ട് ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടാൻ നോക്കുമ്പോഴോ പവർ ഉപയോഗിച്ച് ഹനുമന്ത് പുറത്തു വന്ന് ഒരു വലിയ മരത്തിന്റെ വേരുപയോഗിച്ച് ഹെലികോപ്റ്ററിനെ പിടിച്ച് വലിച്ചെറിയുമ്പോൾ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കും. ഹനുമന്ത് പരിക്കുകളോടെ പുഴയിലേക്ക് തെറിച്ചു പോകുമ്പോൾ പെട്ടെന്ന് അവൻ ഉയർന്നു പൊങ്ങുവാനായും തുടങ്ങി. കണ്ണു തുറന്നു നോക്കുമ്പോൾ ഹനുമാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുകയാണ്. അവന്റെ കണ്ണുകൾക്കത് വിശ്വസിക്കാനായില്ല. അവൻ ഭഗവാനെ വണങ്ങി. അതെല്ലാം കണ്ടുകൊണ്ടു നിന്ന മുനിയും ഭഗവാനെ വണങ്ങുന്നു. അതോടെ സിനിമയും അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.